हेलो। हेलो, नमस्कार कविता जी। कैसे? क्या बात है? अच्छी बात है। हाँ, विशु कैसे रहा? आज का विशु कैसे रहा? अच्छा था। खाना खाना क्या बनाया? बनाया? खाना सद्य बनाया। खीर खीर नहीं हाँ, बनाया? खीर पायसम बनाया। आया। पायसम बनाया, हाँ। खाने के लिए कितना लोग था तुम्हारे साथ? खाने के लिए कितना जन आया? 3 लोग। तुम और तुम्हारा बेटी पदी, बस? हाँ, बस। बस। पति अच्छा। अभी नहीं है। पति ऑफिस में गई। हाँ। आ, बाद में। तो आज क्या पढ़ेंगे हम? കാല അരക്കാലും മുക്കാലും ഇങ്ങനെയൊക്കെ പറയാൻ അറിയോ? അതെന്ന് വെച്ചാ അര. ആ. കാലിനെന്ത് പറയും? കാൽഭാഗം. കാലിന് ഏക് പാവ് എന്ന് വെച്ചാ ആ, എന്താ? പാവ് എന്ന് പറഞ്ഞാൽ മതി. ഏക് പാവ് എന്ന് പറഞ്ഞാൽ ഒരു നാലിലൊന്ന്. നാലിലൊന്ന് ഏക് പാവ്. ആ, പാവ് എന്ന് പറഞ്ഞാൽ മതി. പാവ്. ആ, പാവ് കിലോ ചായപ്പത്തി. പാവ് കിലോ ചായപ്പത്തി എന്ന് പറഞ്ഞാൽ 1/4 കിലോ ചായപ്പൊടി. പാവ്. പാവ് പാവ്. അതാന്ന് പറഞ്ഞാൽ അര. ആ, അതാ. ആ. അര. മുക്കാലിന് എന്ത് പറയും? മുക്കാല് മുക്കാല്. അപ്പൊ അര. പൗണേന്ന് പറയാ. പൗണേ. 3.25 കിലോ അരി എങ്ങനെ പറയും? पौने 3 किलो राइस चाहिए। പാവിനെ തീ എന്ന് പറഞ്ഞാൽ 2.25 കിലോയെ കിട്ടുള്ളൂ. 3.25 കിലോ കിട്ടൂല. पौने 4। പൗണച്ചാർ. അപ്പൊ 3.25 കിലോ കിട്ടും. അങ്ങനെ ഏത് സംഖ്യ ആണോ പറയുന്നത് അതിന്റെ താഴത്തെ മുക്കാലാ കേട്ടോ. ओके। ഏതൊരു സംഖ്യ ആണോ പറയുന്നത് അതിന്റെ താഴത്തെ മുക്കാല്. മേളിലേക്കല്ല, താഴേക്കാണ്. മലയാളത്തിലെ പോലെ മേലേക്കല്ല. ഇംഗ്ലീഷ് പറയില്ലേ? Quarter to 4 എന്ന് പറയില്ലേ? Quarter to 4 എന്താണ് അതിന്റെ അർത്ഥം? Quarter to 4 എന്ന് പറഞ്ഞാൽ 3.25 Quarter to 4 അങ്ങനെയാണ് ഹിന്ദിക്കാർ പറയാ. പൗണെ തീ എന്ന് പറഞ്ഞാൽ 2.25. പൗണെ ദോ എന്ന് പറഞ്ഞാൽ 1.25. പൗണെ പൗണെ ബാര എന്ന് പറഞ്ഞാൽ 11.25 കേട്ടോ. അപ്പൊ പറയുന്ന സംഖ്യയുടെ താഴെ പിടിച്ചോണം എപ്പോഴും. അപ്പൊ പാവ് എന്ന് പറഞ്ഞാൽ കാല്. പാവ് എന്ന് പറഞ്ഞാൽ കാല്. അര എന്ന് പറഞ്ഞാൽ അട. आधा। आधा। പൗണെ എന്ന് പറഞ്ഞാൽ മുക്കാല്. और मुक्काल। മുക്കാല്. എന്നാലും ഒന്നേകാലിന് എന്താ പറയാ? ഒന്നേകാല്. ഒന്നേകാല്. ഒന്നേകാൽ एक पाव അല്ല. ആ. ഏക് പാവ് എന്ന് പറഞ്ഞാൽ ഒന്നേകാലല്ല, വെറും പാവാണ്. നാലിലൊന്നാണ്. എങ്ങനെ പറയും ഒന്നേകാലിന്? ആ, സെവ എന്ന് മാത്രം പറയാം. സെവ. വെറും സെവ. അപ്പൊ രണ്ടേകാലോ? 2.25 പറയുമ്പോ നമ്മള് സെവാദോ എന്ന് പറയണം. സെവാദോ. സെവാദോ. മൊത്തം അങ്ങനെയാ. പിന്നെ അങ്ങോട്ട് മേലോട്ട് എല്ലാം സെവാദോ, സെവാ 3, സെവാ 4, സെവാ 5 അങ്ങനെ പറയണം. ഒന്നിന് മാത്രം അങ്ങനെ പറയണ്ട. ഒന്നേകാലിന് മാത്രം സെവാ ഏക്ക് എന്ന് പറയണ്ട. എന്നാ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഓക്കെ. മൂന്നരക്ക് എന്ത് പറയും? മൂന്നര. മൂന്നരക്ക് എന്താ പറയാ? സാഡേ തീൻ. സാഡേ തീൻ. 3:30 മൂന്നര. അപ്പൊ 2:30ക്ക് എന്താ പറയാ? 2:30 2:30. ആ, അങ്ങനെ പറയില്ല. പക്ഷെ അങ്ങനെ ചില ആൾക്കാർ അറിയാത്തവർ അങ്ങനെ പറയും. അടയിന്ന് പറയാ. അടൈ. 2:30ക്ക് അടൈ. ഹിന്ദിയിൽ അടയിന്ന് പറഞ്ഞ 2:30 കേട്ടോ. 2.5. 2:30. മുതൽ മേലോട്ട് എല്ലാം സാടേ കൂട്ടി പറയണം. 3:30 മുതൽ മേലോട്ട് എല്ലാം സാടേ കൂട്ടി പറഞ്ഞാൽ മതി. 1:30 അപ്പ 1:30ക്ക് എന്താ പറയാ? ഡേഡ്. 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 1:30ക്ക് ഡേഡ്. 3:30 മുതൽ 12:30 വരെ ഒന്ന് പറഞ്ഞേ. അത് ഒരേ പാറ്റേൺ ആണ്. ഒരേ 3:30 പാറ്റേൺ അതുകൊണ്ടാ പറഞ്ഞു. 3:30 4:30 5:30 7:30 8:30 9:30 10:30 11:30